Hi dears, welcome back to my channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി സേമിയവും പഴവും വെച്ച് തയ്യാറാക്കിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ നമുക്കിത് ആവിയിലൊന്നും വേവിച്ചെടുക്കാതെ തന്നെ വളരെ ഈസി ആയിട്ട് വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. മാത്രമല്ല എണ്ണയിലൊന്നും പൊരിച്ചെടുക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്തായാലും മക്കൾക്കൊക്കെ വൈകുന്നേരങ്ങളിൽ തയ്യാറാക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലൊരു സോസ് പാനിലാണ് കേട്ടോ ഞാനിതിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഇത് തയ്യാറാക്കിയെടുക്കും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ 1.5 കപ്പ് സേമിയത്തിലേക്കാണ് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ സേമിയത്തിൻ്റെ അളവൊക്കെ കൂട്ടിയെടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവും കൂട്ടിയെടുക്കണം കേട്ടോ. കാരണം ഈ ഒരു 1.5 കപ്പ് സേമിയത്തിലേക്ക് 1 കപ്പ് വെള്ളം കറക്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഈ ഒരു വെള്ളം ഒന്ന് തിളച്ച് വന്ന ശേഷം ഇതിലേക്ക് സേമിയയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞ പോലെ 1.5 കപ്പ് അളവിൽ സേമിയ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് പാകത്തിനുള്ള വേവായിട്ട് കിട്ടും കേട്ടോ. വീണ്ടും നമ്മൾ കുറച്ചധികം സമയം കൂടി ഇത് വേവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ ഉടനെ നമുക്ക് ഇതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് പഴമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പഴം നിങ്ങൾക്ക് വട്ടത്തിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിലൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു പഴവും ഇതിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കും. സേമിയൊക്കെ അടിയിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു പഴം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ അടിയിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് പാല് അതല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കും. ഞാനിവിടെ കുറച്ച് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അടിയിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ കുറച്ച് സമയത്തിന് ശേഷം പഴവും നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു പിടി തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക കേട്ടോ. തേങ്ങയുടെ അളവ് കൂടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പലഹാരം നല്ല മധുരം ഉണ്ടാകുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ പഴത്തിൻ്റെ മധുരം ഇതിലുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിതുപോലെ സേമിയവും പഴമൊക്കെ വെച്ചിട്ട് ആവിയിൽ വേവിച്ച് അട പോലെ തയ്യാറാക്കി എടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ അത്രയൊന്നും പണിയില്ല. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. നല്ല കിടിലൻ ടേസ്റ്റുമാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ നെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നെയ്യ് എല്ലാവരും ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് ഈ ഒരു പലഹാരം നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് ഒഴിവാക്കരുത് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ആ ഒരു നെയ്യും ഏലക്കപ്പൊടിയൊക്കെ നല്ലപോലെ ഇളക്കി എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലൊരല്പം ഓയിലോ അതല്ലെങ്കിൽ നെയ്യോ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത് മുഴുവനായിട്ടും ഈ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ചൂടോട് കൂടി തന്നെ ഇതുപോലെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം കേട്ടോ. ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. ആ ഒരു നല്ല ചൂടോട് കൂടി തന്നെ ഇതുപോലെ പ്ലേറ്റിലാക്കി വെച്ചിട്ട് ഇനി നമുക്കിത് കുറച്ച് സമയം മാറ്റി വെക്കാം. നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ നമുക്കിതിനി കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇവിടെ നല്ല പോലെ തണുത്ത ശേഷം ഇത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇലയിലൊക്കെ വെച്ചിട്ട് അട തയ്യാറാക്കി എടുക്കുന്ന പോലെ തന്നെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇലയൊന്നും ഇല്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ ഇതുപോലെ ചതുരത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരം എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.